DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ്? ലവ് മാരേജ്. ഫ്രണ്ടിന്റെ ഒരു എഴുത്ത് എഴുതി കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു മേലെ ഈ പരിപാടിക്ക് എന്നെ ചെയ്യരുത്. പിന്നെ 2 കൊല്ലം പ്രണയിച്ച് നടന്നിട്ടാണ് കിട്ടിയത്. ഞാൻ വിളിക്കുമ്പോൾ ലിന്റെ ഫോണുമായിട്ടിരിക്കുമ്പോൾ മമ്മി അപ്പുറത്ത് വനിതയും വെച്ച് തൊട്ടടുത്തിരിക്കും. എന്നിട്ട് ഞങ്ങൾ നല്ല എപ്പോഴും നല്ല ടേംസിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇടി കൂടും, അസ്തി കൂടും, കുസ്തി കൂടും. ഞാൻ പറയുന്നതെല്ലാം ചെയ്ത് തന്നെ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. ഒരിക്കലും നടക്കാൻ പോണില്ല. ഇദ്ദേഹം എന്നെ തട്ടുമെന്നുള്ള അങ്ങനത്തെ പേടിയാണ് ഫസ്റ്റ് സിനിമ കുറെ പേര് ചോദിച്ചായിരുന്നു. എങ്ങനെ കൂടക്കിടന്ന് ഉറങ്ങുന്നത്, എന്ത് ധൈര്യത്തിൽ കൂടക്കിടന്ന് ഉറങ്ങും. ജോർജ് ഊട്ടി എന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് ജിത്തുവിലുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ കഥയാണോ ഞങ്ങൾ ആ സിനിമയാക്കിയെന്ന്. കാരണം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഒന്ന് കുഴിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നത്. ഫാദറിന് 2 സൈഡുണ്ട്. ഒരു പൊളിറ്റിക്കൽ സൈഡുണ്ട്, ഒരു പക്ക കൃഷിക്കാരന്റെ സൈഡുണ്ട്. ആ കൃഷിക്കാരന്റെ സൈഡാണ് ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടിൽ യൂസ് ചെയ്തത്. പൊളിറ്റിക്കൽ സൈഡാണ് ഞാൻ മൈ ബോസിനകത്ത് സായിയേട്ടൻ്റെ ഇത് കരയോഗം ആ കല്യാണത്തിന് പോകും, നീ മരിച്ചിടക്കിന് പോകും, എന്നെ 10 ദിവസം 3 എണ്ണം ഉണ്ട്, എന്നെ വിടുമായിരുന്നു. നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരാൾ വന്നാൽ ഞാൻ അപ്സെറ്റ് ആവും. ആ സിനിമ എന്തായി, അടുത്ത പ്രൊജക്ട് ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ചിലർ വന്നിട്ട് ഇങ്ങനെ പോഴ്ത്താൻ തുടങ്ങുമ്പോൾ എനിക്ക് ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് മാറും. അത് എന്നെ ഒത്തിരി അൺകംഫർട്ടബിൾ ആക്കും. ജിത്തു സാർ, ചേച്ചി സ്വാഗതം. സാർ ആസ് എ ഫാമിലി മാൻ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് ലവ് മാരേജ്. അതെ, അറേഞ്ച് ചെയ്തതിന് ശേഷം അതായത് ഞാൻ ആദ്യം എൻ്റെ മദറിനെയും സിസ്റ്ററിനെയും ഞങ്ങളൊരു പള്ളിയിലാണ് കാണിച്ചു കൊടുത്തു ഈ പെൺകുട്ടി ഓക്കെ ആണോന്ന്. അതിനുശേഷമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അത് നല്ലൊരു ഐഡിയ. കാരണം പിന്നെ പിന്നെ വീട്ടിൽ വന്നിട്ട് വേളം ഉണ്ടാക്കി അലമ്പ എന്തിനാ അത്? അല്ല, അവർക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയായിരിക്കണം. പിന്നെ ഞങ്ങളൊരു നാട്ടുകാരാണ്, ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ട് അറിയാം. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ചെയ്തത് ഉറപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ അതങ്ങനെ സംഭവിച്ചു. ജിത്തു സാറിൽ ഇഷ്ടപ്പെട്ട് ഓക്കെ ഞാൻ എന്നാ ഓക്കെ പറയാമെന്ന് തോന്നിയ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അങ്ങനെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ എന്നല്ല, ഒരുപാട് കാര്യങ്ങളില്ലേ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു അട്രാക്ഷൻ എന്നല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ എത്രയാ 27 ഇയേഴ്സ്, അത്ര 27 വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഒത്തിരി ആലോചിച്ചൊന്നും കൂട്ടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാമിലി അറിയാം, അച്ചാച്ചനെ അറിയാം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അന്നൊക്കെ നമുക്ക് അത്രയൊക്കെ നോക്കുന്നുള്ളൂ. പിന്നെ ഒരു ജിത്തുവിനെ പറ്റി അങ്ങനെ ജിത്തു ഒരു നല്ല പയ്യനാണെന്നാണ് പൊതുവെ അവിടെ അറിയപ്പെടുന്നത്. പിന്നെ അത്രയൊക്കെ നമ്മൾ അന്ന് നോക്കുന്നുള്ളൂ. കഴിഞ്ഞപ്പോഴും അങ്ങനെ എല്ലാം അതല്ല, പുള്ളി അന്ന് എന്നോട് പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം അന്നൊരു വീട്ടുകാരെ തീരുമാനിക്കുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, വീട്ടുകാരെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ, ചിത്തൊരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ ഞാൻ നോ പറയില്ല. അതായിരുന്നു കണ്ടീഷൻ. അതായത് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഇപ്പൊ അന്ന് നോ പറയാതെ അല്ലാതെ ഏത് രാത്രി വന്ന് വിളിച്ചു വന്നാലും ഞാൻ ഇറങ്ങി വരും, അങ്ങനെയൊന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അന്ന് നോ പറയേണ്ടതായ ഒരു കാരണങ്ങളില്ല. ഇപ്പൊ ഇന്റർകാസ്റ്റ് ആണെങ്കിൽ ശരിയാണ്, ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിക്കും. കാരണം എനിക്ക് ചിലപ്പം എൻ്റെ പേരൻസ് സമ്മതിച്ചൊന്നും വരത്തില്ല. പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടവും കൂടെ ആലോചിക്കും. അല്ലാതെ കണ്ട ഉടനെ ഭയങ്കര പ്രണയം അങ്ങനെ ഒരു സംഗതി അല്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിച്ച് എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറഞ്ഞു. അല്ലാതെ ലവ് അറ്റ് ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പോയി കണ്ടു ഉടനെ കുറെ ആൾ പ്രണയിച്ചു അങ്ങനെയൊന്നുമല്ല. സാർ ആയതുകൊണ്ട് വീണ്ടും ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുക, എങ്ങനെയായിരുന്നു പോയിട്ട് ഇഷ്ടം പറഞ്ഞ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടോ? ഒരു വെറൈറ്റി ഇല്ല, ടിപ്പിക്കൽ ക്ലീഷേ സാധനമായിരുന്നു. അതിന് തെറിയും പറഞ്ഞ് വിടുകയും ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എഴുത്ത് എഴുതി കൊടുത്തു വിട്ടു, ടിപ്പിക്കൽ പഴയകാല ക്ലീഷേ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അടുത്തൊരു കടയിൽ, കോളേജിൻ്റെ അടുത്തുള്ള കൊല്ലങ്ങാട് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇവൻ തിരിച്ചു വന്നിട്ട് ടോണിന്ന് എൻ്റെ ഫ്രണ്ടിനോട് എറിഞ്ഞിട്ട് പറഞ്ഞു മേലെ ഈ പരിപാടിക്ക് എന്നെ ചെയ്യരുത്. പുള്ളി പറഞ്ഞു ഇതൊക്കെ എന്ത് പഴയ പരിപാടി ഇതൊക്കെയാണ്. അങ്ങനെ അല്ല, അങ്ങനെയുള്ളവർ ആണുങ്ങൾ നേരിട്ട് വന്ന് പറയുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ ഞാൻ നേരിട്ട് വന്നു, അങ്ങനെ പറഞ്ഞ് തുടങ്ങി. പിന്നെ 2 കൊല്ലം പ്രണയിച്ച് നടന്നിട്ടാണ് കിട്ടിയത്. പെർമിഷൻ കിട്ടിയല്ലോ, പിന്നെ അതാണ് തുടക്കത്തിൽ തന്നെ. അത്യാവശ്യം ഓർത്തഡോക്സ് അല്ല ഇന്ത്യയുടെ പപ്പായും മമ്മിയൊക്കെ. പക്ഷെ മമ്മിയുടെ പെർമിഷനിൽ ആഴ്ചയിലൊന്നും വിളിക്കുമായിരുന്നു ഞാൻ ഫോണിൽ. അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. ഞാൻ വിളിക്കുമ്പോൾ ലിന്റെ ഫോണുമായിട്ടിരിക്കുമ്പോൾ മമ്മി അപ്പുറത്ത് വനിതയും വെച്ച് തൊട്ടടുത്തിരിക്കും. മീൻസ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. സാറിന് ഏതെങ്കിലും മൂവീസ് ഒക്കെ കണ്ടിട്ട് ഈ ആ ഒരു ക്യാരക്ടർ കാണുമ്പോ ഇത് ചേട്ടനെ പോലെ ആണല്ലോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് ആ ക്യാരക്ടർ വെച്ചിട്ട് എന്റെ സ്വഭാവം വളർത്താനുള്ള അല്ല, അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ജിത്തുവിന്റെ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനും ജിത്തുവിന്റെ സ്വഭാവമായിട്ട് ബന്ധമില്ല. പക്ഷേ ചില ക്യാരക്ടർ ഒരു ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ
ജോർജ് ഊട്ടി എന്ന് പറയുന്ന കൊലപാതകത്തിനകത്ത് അതിനകത്തെ ചില സംഗതികൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ജോർജ് ഊട്ടിയുടെ സ്വഭാവം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് ജിത്തുവിലുള്ള ചെറിയ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഈ ഡയലോഗ് എഴുതുമ്പോഴും, അതായത് പിള്ളേരോടുള്ള അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം, ആ ജോർജ് ഊട്ടി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടിയൊക്കെ സ്നേഹം കാണിക്കുന്നതും അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു പ്രകൃതമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എന്ത് വില കൊടുത്തും ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനം ബേസിക്കലി ജിത്തുവിനുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അത് ഒത്തിരി കാണിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു തട്ടുകേട് വരും എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ജിത്തുതാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനത്തെ ഒരു ഫീല്. അങ്ങനെ പറഞ്ഞില്ല. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ സാറാദ്യം പറഞ്ഞേ കാരണം ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ കഥയാണോ ഞങ്ങൾ ആ സിനിമയാക്കിയെന്ന്. കാരണം 2 പെൺപിള്ളേര് അങ്ങനെയൊക്കെ ഇങ്ങനെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ അല്ല പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഭയങ്കര നമ്മുടെ മലയാളത്തിൽ ഇത്രയും ത്രില്ലർ പടങ്ങൾ എടുക്കുന്ന ഒരു സംവിധായകനാണ് ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ. സാറിന് ചേച്ചിനെ ഭാര്യനെ പേടിയുണ്ടോ? ഞാൻ എന്തിനാ അവളെ പേടിക്കുന്നത്? അതുപോലെ ഇവളെന്തിനാ എന്നെ പേടിക്കുന്നത്? ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ. ഞങ്ങളും എന്നിരുത്തി ഞങ്ങളും നല്ല എപ്പോഴും നല്ല ടേംസിലാന്നു. ഞങ്ങളും ഇടി കൂടും, അസ്തി കൂടും, കുസ്തി കൂടും. ഞങ്ങൾ മക്കളുമായിട്ടൊക്കെ കുസ്തി കൂടും. ത്രില്ലറുമായിട്ട് കണക്ട് പടങ്ങളൊക്കെ എടുക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയാ, ഒരു ഷെർലക് ഹോംസ് ലെവലിലൊക്കെ നമ്മൾ ഭയങ്കര ഇദ്ദേഹം എന്നെ തട്ടുവെന്നുള്ള അങ്ങനത്തെ പേടിയാണ്. ഫസ്റ്റ് സിനിമ കുറെ പേര് ചോദിച്ചായിരുന്നു ഡിറ്റക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെ നൂലൊക്കെ പിടിച്ച് എങ്ങനെ കൂടെ കിടന്ന് ഉറങ്ങുന്നത്, എന്തായാലും കൂടെ കിടന്ന് ഉറങ്ങുന്നു. ആ പേടിയാണോ ചോദിച്ചാൽ, അല്ലാതെ നോർമലി ഭാര്യയെ പേടിയുണ്ടോ എന്ന് ചോദിക്കല്ലേ. നമ്മള് കാഷ്വലി ചോദിക്കല്ലേ ഭാര്യയുണ്ടോ അല്ലെ ഭർത്ത, അങ്ങനത്തെ പേടിയുണ്ടോ? അങ്ങനത്തെ യാതൊരു പേടിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും ഇതുമെല്ലാം ഒരു 2 വ്യക്തികളാണ് അല്ലെ, 2 വ്യക്തികളാണ് ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കില്ല, ഞങ്ങളൊന്ന് ഭയങ്കര എന്ന് പറയുമ്പോൾ തന്നെ അത് ഫ്രോഡാണ്. അങ്ങനെയില്ല. ഇപ്പൊ പിള്ളേരാണേലും ഞങ്ങൾ ഈ വീട്ടിൽ 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4 ക്യാരക്ടേഴ്സാണ്. ഡെഫിനറ്റ്ലി ഐഡിയാസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ചിലർ ഭയങ്കര, ഞാൻ ഇച്ചിരി പെട്ടെന്ന് എന്താ പറയുക ഷോർട്ട് ടെമ്പേർഡ് ആണ്. പുള്ളി എന്നെ വെച്ചാൽ അതുകൊണ്ടായിരിക്കും അത് ബാലൻസ് ചെയ്യുന്നത്. പുള്ളി കഴിഞ്ഞാൽ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ഓക്കെ, ഞാൻ ഇത് ചെയ്യുമ്പോൾ പുള്ളി വളരെ സൈലന്റ് ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതെ ഞാനതാ പുള്ളി അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഒരുപക്ഷെ ലിന്റെയും ഷോർട്ട് ടെമ്പേർഡ് ആയാൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞാനെ. മനസ്സിലായി? ഡിപ്പെൻസ്. ഡയറക്ടർ ഫാമിലി മാൻ ആണോ ഡയറക്ടർ ആണോ? ഒരു രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് വൺ ഈസ് ഹാർഡർ, അല്ലെങ്കിൽ ഏതായിരിക്കും കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നത്? അതിൽ എനിക്ക് മനസ്സിലായി. ഫാമിലി മാൻ. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഒറ്റ വാക്കി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാലഘട്ടത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാനായിരുന്നു. അന്ന് പുള്ളി കുറച്ച് ഇതായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പുള്ളിയായി. അപ്പൊ ഞാൻ കുറച്ച് റിസർവ്ഡ് ആയി. അത് എനിക്ക് വേണേ ഓവർ എ പീരീഡ് ഓഫ് ടൈം വന്ന സ്വഭാവത്തിലെ വ്യത്യാസം. 2 പേരും ആണ്, പക്ഷെ 2 പ്രായത്തിലായിരുന്നു, 2 സ്റ്റേജസിലായിരുന്നു. ജിത്തു സാറ് റൊമാൻറ്റിക് ആയാൽ സിനിമാറ്റിക് ആയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. റൊമാൻസ് ഉണ്ടായിരുന്ന കാലത്തും ഇല്ലായിരുന്നു. ജിത്തുവിന്റെ റൊമാൻസ് എന്നൊക്കെ പറയുന്ന എല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതായിരുന്നു. എനിക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ അവർക്കത് മനസ്സിലാവും. കല്യാണം കഴിഞ്ഞ് വന്നതിന് പുള്ളി എല്ലാവരും, ഞാനിത് ഒത്തിരി പേരോട് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതൊക്കെ ഇതാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ പറയുന്നതെല്ലാം ചെയ്ത് അല്ലല്ല ഞാൻ പറയുന്നതെല്ലാം ചെയ്ത് തന്നെ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഒരാളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ആവണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഏകദേശം ഏത് രീതിയിലുള്ള കാര്യമുള്ളവരെ പറഞ്ഞു. അല്ല നമ്മൾ കയറി ഇപ്പം അല്ല നമ്മൾ ഇല്ലാത്തത് പറഞ്ഞ് പ്രൊജക്ട് ചെയ്തിട്ട് ചിലപ്പോ 1-2 കൊല്ലമൊക്കെ മുന്നോട്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. എത്ര നാൾ പ്രിട്ടൻഡ് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ ആദ്യം വന്നൊരു ഫീലിംഗ്? അല്ല പിന്നെ പെട്ടു, ഇപ്പൊ പോവാ മുന്നോട്ട്, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ ശേഷം തോന്നിയിട്ടുണ്ടോ ദൈവമേ ഇത്രയും ബുദ്ധിയുള്ള ഒരാളെയാണോ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു? ഇങ്ങനത്തെ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള തോട്ട്സും കഥകളും ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും. ഇതൊക്കെ സിനിമയല്ലേ, കുറച്ചിരുത്തി ചിന്തിക്കുമ്പോൾ ചിന്തകൾ പലർക്കും പലത് വരുന്നു. ഇദ്ദേഹത്തിന്റെ ചിന്ത ഈ വഴിക്ക് പോകുന്നു, വേറുള്ളവരുടെ ചിന്ത വേറെ വഴിക്ക് പോകുന്നു. ഇപ്പൊ ലിജോ ചിന്തിക്കുന്ന എങ്ങനെയൊക്കെയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ലിജോയുടെ ചിന്തകൾ വേറെ രീതിയിലാണ്. അത് സിനിമയാണ്. റിയൽ ലൈഫും സിനിമയൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതവും ഇദ്ദേഹം അങ്ങനെയൊന്നും അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ലേ. ചിലപ്പോൾ ഭാര്യ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, ബാക്കിയുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചിന്തിക്കുന്നല്ലോ ചിന്ത. പിന്നെ
ദൃശ്യമൊക്കെ കണ്ടപ്പോൾ ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്കും ഈ എല്ലാവർക്കും തോന്നിയ പോലെ ഈ ഓഗസ്റ്റ് 2 ആ സംഗതിയൊക്കെ ഇതൊക്കെ എങ്ങനെ വരും എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുമില്ല പിന്നെ. പക്ഷെ അത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതൊക്കെ എങ്ങനെ തലയിൽ വന്നു എന്ന് ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ. ഒന്നാമത്തെ അത് ആ ചോദ്യത്തിനകത്തൊരു തെറ്റുണ്ട്. അങ്ങനെ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സംഭവമൊന്നും അല്ലത്. ഭയങ്കര ഇത് ബേസിക്കലി ഒരു ഡയറക്ടർക്ക് വേണ്ടത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു. നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ചിലപ്പോൾ അല്ല നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം, അല്ല നമ്മൾ കാണുന്ന ഒരു സിനിമ, അല്ല നമ്മൾ ഒരു സംഭവം, ചിലപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഫ്രണ്ട് ഇരുന്ന് പറഞ്ഞപ്പോൾ 2 ഫാമിലി തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞാൽ അതിൽ നിന്ന് 10 വർഷം കൊണ്ട് ഡെവലപ്പായി വന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മമ്മി ആൻഡ് മീ നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് നടക്കുന്ന സാധനം, അത് നമ്മളതൊക്കെ വാച്ച് ചെയ്ത് നമ്മുടെ മനസ്സിൽ, അല്ലാതെ ഇതിനകത്ത് കാണുന്ന പല ഐഡിയാസും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മളത് പലയിടത്തും കാണുകയും വായിക്കുകയും പറ്റും. അതിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തൊരു കഥ ഉണ്ടാക്കുന്ന എന്നേ ഉള്ളൂ. അതിവിടെ എല്ലാ കഥാകൃത്തുക്കളും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. അവർക്കുള്ളതിന് കൂടുതൽ വലിയ ബുദ്ധിയോ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ ഈ ക്രൈമും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനത്തിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ ഹ്യൂമർ സിനിമ കൈകാര്യം ചെയ്യാൻ ഭയങ്കര കഴിവാണ്. അത് ചിലപ്പോൾ എനിക്കുണ്ടാവണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന പാറ്റേണിൽ ചിലപ്പോൾ വേറൊരാൾക്ക് ആ എക്സ്പെർട്ടീസ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ടാവണം. അത്രയേ ഉള്ളൂ. അല്ല ഇത് വലിയ ബുദ്ധിയൊന്നും നമ്മൾ ഈ സിനിമയെ കാണിക്കുന്നതുകൊണ്ടൊക്കെ വല്ലവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോയി പെടുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഥകൾ ഉണ്ടാക്കുന്നു. ബേസിക്കലി കഥ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. പലതരത്തിലുള്ള കഥകൾ പറയാൻ ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കേരളത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരു റൈറ്റർ വേറെ കാണില്ല. മക്കൾക്കൊക്കെ അതുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ ഭയങ്കര പേടിയുണ്ട്. അവര് കാണിക്കേണ്ട പൊതുവെ അത്ര ഒരു കള്ളത്തരം കാണിക്കുന്ന പിള്ളേരല്ല. പിന്നെ കാരണം ഞങ്ങൾ ഇവിടെ ഈ വീട്ടില് ഞങ്ങളോട് രണ്ടും എന്തും പറയാന്നുകൊണ്ട് പിന്നെ കള്ളത്തരം കാണിക്കുന്നത് അങ്ങനെ പേടിയോ അങ്ങനെ തോന്നും ഇല്ല. അല്ല അതേ ഞാൻ പറഞ്ഞത് പേടി എന്ന് പറഞ്ഞാല് ഈ ബഹുമാനം കൊണ്ടുള്ള ഒരു പേടിയുണ്ടല്ലോ എന്ന് പറഞ്ഞാല് അവർക്ക് എന്നോട് ആ ബഹുമാനവും സ്നേഹവും കൊണ്ടുള്ള റെസ്പെക്ട്, അതുകൊണ്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ എന്തിനെ പേടിക്കണം? ഞാൻ അവരെ തല്ലാനും കൊല്ലാനും ഒന്നും പോവുകയില്ല. കാരണം തുടക്കം തൊട്ടേ ലിൻഡ അങ്ങനെ പറയുമായിരുന്നു, എന്തുണ്ടേലും ഞങ്ങളോട് ഒന്ന് പറഞ്ഞോണം, എന്തുണ്ടേലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് അന്ന് തൊട്ടേ ഉണ്ട്. എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ജീവിതത്തിൽ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യമില്ല. അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ഏറ്റവും മോശം സംഗതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇവരെ പുറത്തൊക്കെ പഠിക്കാൻ വിട്ടപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞ അതാണ് ഏറ്റവും മോശം സംഗതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വലിയ അബദ്ധം കാണിച്ചാലും ഓപ്പണായിട്ട് വന്ന് പറയുക, അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് വിട്ടത്. അല്ല ഈയിടെ എൻ്റെ മോള് ഇവിടെ പോയിട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഡാഡി വണ്ടി ഒന്ന് ഉറഞ്ഞു, അത് ഇതാന്ന്. സാരമില്ല, ഇവള് കരയുക. ഞാൻ പറഞ്ഞു എന്തിനാ കരയണേ? ഞാനും ഓടിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. വണ്ടിയാകുമ്പോൾ അങ്ങനെ തട്ടും മുട്ടും ഒന്നും പറ്റിയില്ലല്ലോ. വേറെ വല്ല വണ്ടിക്ക് വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റും, അത് നോക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അപ്പോൾ 2 വണ്ടി തമ്മിലാണ് പറഞ്ഞത്. ഷുക്ക് ഭയങ്കര വിഷമം. ഇനിയും ചിലപ്പോൾ തട്ടിന്നിരിക്കും. അതിനങ്ങനെ എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിച്ചിട്ട് 2 പേരും അല്ലെന്നേ പറയുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾ ആരാ കൂടുതൽ ഭയങ്കര പൈങ്കിളി? 2 അത് ഇത്രയും നേരമുള്ള പണ്ട് ഞാൻ ഇച്ചിരി ഭയങ്കരയായിരുന്നു. എവിടെയാണെന്ന് അറിയത്തില്ല. ലെറ്റർ കൊടുത്തയച്ച ആ സമയത്ത് അത് തന്നെ ഭയങ്കരയല്ലേ. നിങ്ങൾ ആരാ ഏറ്റവും കൂടുതൽ? നിങ്ങളുടെ നേരത്തെ പറഞ്ഞു വഴക്കുണ്ടാക്കാൻ, ആരാ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ? കുറച്ച് കൂടുതൽ ആ ട്രോഫി ഞാൻ എടുത്തു. കാരണം ഞാൻ ഷോർട്ട് ടെമ്പേർഡാ. ചെറിയ കാര്യത്തിനാണ്. പുള്ളി ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസോടെ ഇരിക്കും. പുള്ളി ഇത് ചെയ്യും. ദേഷ്യപ്പെടാറേയില്ല. വല്ലപ്പോഴുമാണ്. അതല്ല ജിത്തുവിനോടൊന്നല്ല, ജിത്തുവിനോടും പിള്ളേരോടും നമ്മളിങ്ങനെ പിടിച്ചു വെക്കൂലേ. ഈ പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യം വരുന്നില്ല എന്ന് കരുതി നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ഇതാകുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളപ്പം ഒച്ച വേണ്ട, പിന്നെ നമുക്ക് ഒച്ചിടാനുള്ള തർക്കിച്ച് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നടക്കുമല്ലോ. ഇതെല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പം എല്ലാവരും അങ്ങ് ഒതുങ്ങും. നമുക്ക് പൊട്ടിത്തെറിക്കാനൊരു അവർക്ക് മനസ്സിലാവും. അപ്പം പിള്ളേരാണെങ്കിലും ജിത്തു ആണെങ്കിലും അന്നത്തെ ദിവസം അവരൊന്ന് ഒതുങ്ങിത്തരും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പിള്ളേരുടെ ഇത് എന്റെ വീടാണ്, നിന്നെയൊക്കെ കെട്ടിച്ചുവിടത്തോളം ഞാൻ നിന്നെയൊക്കെ ഭരിക്കും. ചില സമയത്തൊക്കെ ചേച്ചി ദേഷ്യപ്പെടുമ്പോ എല്ലാരും 4 വഴിക്ക്. അത് അപൂർവം സംഭവിക്കുന്നോണ്ട് അതിന് ഒരു പേടിയുണ്ട് എല്ലാവർക്കും. ആരാ ഏറ്റവും കൂടുതൽ സർപ്രൈസസ് ഒക്കെ കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും? ഞങ്ങളുടെ ഇടയിൽ ആ പരിപാടി ഇല്ല. ഗിഫ്റ്റ് കൊടുക്കലേ ഇല്ല. പണ്ട് കല്യാണത്തിന്റെ സമയത്ത്, കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണത്തിന് മുന്നേ എന്തോ ഒരു കല്യാണത്തിന് മുന്നേ ഒരു ബാഗ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ജിത്തു തന്നതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മുടെ ഇടയിൽ അങ്ങനെ കുറെ നാള് കിട്ടുകയല്ല, തിരിച്ചും വേണ്ട. എന്റെ ഫാദറിന്റെ ഇപ്പൊ ഇവളിന്റെ ഞങ്ങളിപ്പോ ഒരു വീട്ടിൽ പോവാ, ഒരു ബന്ധു വീട്ടിൽ പോവാ.
ഉടനെ ലിൻഡ പറയാണ് അവിടെ 2 പിള്ളേരുണ്ട് നമുക്ക് നമുക്കൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ് മേടിച്ചോണ്ട് മേടിക്കാം. വന്നു. ഇപ്പൊ ഉടനെ ജിത്തു പറയും എന്തിനാ അതൊന്നും ഒരു ആവശ്യമില്ലെന്ന്. വണ്ടി നിർത്തത്തില്ല. ഞാൻ ഇത് തന്നെ എന്റെ ഫാദറിനെ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. ലിൻഡ ചിലരോട് എടുത്തു ചാടിയൊക്കെ ഞാൻ ചോക്ലേറ്റ് വണ്ടി നിർത്തുന്നൊക്കെ പറഞ്ഞ് തള്ളിയൊക്കെ പോയി ചോക്ലേറ്റ് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പിന്നെ ഇടയ്ക്ക് നിർത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ പറയും നേരത്തെ പോയി അതൊക്കെ മേടിച്ചു. ഇപ്പൊ ഞാൻ പിന്നെ എല്ലാം നേരത്തെ വാങ്ങിച്ചു നോക്കും. ഏതെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ ഗിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു നോക്കും. പിന്നെ എനിക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോന്നുമായിട്ട് എന്റെ പോളിസി വെച്ചാല് ഞാൻ അങ്ങോട്ടൊന്നും കൊടുക്കൂല, ഇങ്ങോട്ടും തരണ്ട, തരുകയും വേണ്ടെന്നുള്ള പോളിസിയാണ്. പിന്നെ നമ്മൾ കുറച്ചാൾ കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ പിന്നെ 2024 ഒരു ഗിഫ്റ്റ് ഇപ്പൊ ഈ വാച്ചൊക്കെ ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. ഇപ്പൊ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോ ഒരു ഹാൻഡ് ബാഗ് നമ്മള് പറയില്ലേ ആണ്ടിലും ചങ്കരാന്തിയിലും എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ജീവിച്ചിരിപ്പുണ്ടല്ലേ മറന്നിട്ടില്ല എന്നൊക്കെ അറിയിക്കാനായിട്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊണ്ടുവരും. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ ഇതൊന്നും അതെല്ലാം ഞാൻ ആഘോഷിക്കും. ജിത്തുവിന് അതൊന്നും ഇഷ്ടമില്ല. ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറി ഞാൻ തന്നെ ആഘോഷിക്കും, എന്റെ ബർത്ത്ഡേ ഞാൻ തന്നെ ആഘോഷിക്കും. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ വരും. ഞാൻ എന്റെ ബർത്ത്ഡേ മാത്രം ആഘോഷിക്കണ്ട, എനിക്ക് കേക്ക് എല്ലാവരോടും ഹാപ്പി ബർത്ത്ഡേ, എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ്. അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ആഘോഷം. ഇപ്പൊ ലിൻഡയുടെ ഒക്കെ ഒരു തവണ ഇവള് കിടന്ന് ഉറങ്ങി കിടന്നപ്പോ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് വിളിച്ചതിനെ പറ്റി സർപ്രൈസ് ചെയ്ത് ഞെട്ടിക്കുന്ന ഒരു സാധനം. അത് ഞെട്ടിപ്പോയി. പിള്ളേരുടേതും ഒക്കെ പിള്ളേർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചെറിയ ആൾക്ക് ഇഷ്ടമാണ്. ചെറിയ ആൾ എന്നെ പോലെയാണ് കുറെ കാര്യങ്ങൾ രണ്ട് മിക്സ് ചെയ്താ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെറിയ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾക്കും ആഘോഷത്തിന്റെയും ബഹളത്തിന്റെയും ഒക്കെയാണ്. ഞാൻ കുറച്ച് അങ്ങനെയാട്ടോ, കുറച്ച് ആഘോഷവും ബഹളവും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോയാലും കഴിയുന്ന ഞാൻ ഫംഗ്ഷനിലൊക്കെ പോയാലും പുറയിലൊക്കെ പോയിരിക്കും. എനിക്കങ്ങനെ ഫ്രണ്ടിൽ കയറിയിരിക്കുക, ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് വലിയൊരു താല്പര്യമില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനെ ആവാറില്ലേ, അതുകൊണ്ട് ഞാൻ ഇത് പോകാറില്ല. ഒന്നാമത് നമ്മൾ ഈ അടുപ്പിച്ചടുപ്പിച്ച് സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഇടയ്ക്ക് പീസ്ഫുൾ സമയം വേണം. ഇന്ന് തന്നെ രാവിലെ ഒരാൾ വന്ന് കഥ പറയാൻ വന്നു. അത് ഇങ്ങനെ ഒരു അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് പിന്നെ വർക്ക് ചെയ്യാനുണ്ട്, അതും നടക്കുന്നില്ല. അപ്പം നമുക്ക് വേറെ ഒന്നുകൊണ്ടുമല്ല, ഇപ്പൊ പഴയ പോലെ ആ ഒരു എന്താ പറയാ മീ ടൈം എന്ന് പറയുന്ന ഒരു സാധനമല്ലോ, തന്നെ ഇരിക്കാണ്, അത് കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ ഇടയ്ക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ, സിനിമ കാണുക അങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്നെങ്കിൽ ഹോം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണും, അല്ലെങ്കിൽ ആ പുറയിൽ കസേരയിൽ അവിടെ പോയി ചുമ്മാ ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഇന്നിപ്പോ സോഫയിൽ ഇരുന്ന് ചുമ്മാ നിങ്ങൾ വരുന്നിടം വരെ കേട്ടായിരുന്നു മോളിൽ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുന്നു കുറെ നേരം. രാവിലെ തുടങ്ങിയത് ഒരു സീരീസ് തീർക്കാതെ, അത് തീർത്തിട്ട് ഞാൻ ഇന്റർവ്യൂ വരുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, കാരണം ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, അതാണ് അതിന്റെ മെയിൻ പ്രോബ്ലം. എനിക്ക് കുറച്ചൊരു തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അധികം ആരോട് സംസാരിക്കാതെ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞല്ലേ, അതിന് പക്ഷെ പറ്റുന്നില്ല ഇപ്പൊ. അതാണ് ഒരു പ്രശ്നം. അത് എന്നെ ഒത്തിരി അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ചേച്ചി അന്നേരം എന്താ ചെയ്യാ, ഇങ്ങനെ സാർ ഇങ്ങനെ മാറി ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുമ്പോ ചേച്ചിയുടെ ഫ്രീ ടൈംസ് ഒക്കെ എന്താ ചെയ്യാ? ഞാനും മാറി ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കും. അല്ല ഞാൻ എന്നാ കുറച്ച് എഴുത്തുണ്ട്, കുറച്ച് വായനയുണ്ട്, കുറച്ച് സിനിമ കാണും, പിന്നെ എന്റേതായ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ സമയം. അപ്പൊ ചേച്ചിയുടെ ഉള്ളിൽ ഒരു നല്ലൊരു റൈറ്റർ അല്ലേ ചേച്ചി? എഴുതുന്നു കൂടി പറഞ്ഞു. ചേച്ചിയിൽ നിന്ന് ഞങ്ങൾക്കൊരു സിനിമ നല്ല റൈറ്റർ ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് കണ്ടാൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെ ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്കറിയാം. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചാലൊക്കെ അതിൻ്റെ ഒപ്പീനിയൻ പറയാനും ഇത് വർക്കായാലോ എന്നൊക്കെ പറയാനറിയാം. പിന്നെ കുറച്ചൊക്കെ എഴുതാനറിയാം. അത് നല്ല റൈറ്റിംഗ് ആണോ, അത് നല്ല ഗ്രേറ്റ് അങ്ങനെയൊന്നും പറയാറില്ല. കുറച്ചൊക്കെ എഴുതാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് വായിക്കുകയൊക്കെ ചെയ്യും, കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും. ഞാൻ ചേച്ചിയിലെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത്രയും നല്ലൊരു ടാലന്റ് ഉണ്ട് എന്ന് സാറിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ തോന്നുന്ന ഒരു ടാലന്റ് എന്തായിരിക്കും? കോസ്റ്റ്യൂം ചെയ്യുന്നത് ഭയങ്കര മെമ്മറീസിനകത്തൊക്കെ ചെയ്തത് കോസ്റ്റ്യൂം മൈബോസിനകത്ത് മമതയുടെ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ എനിക്കാണ് പുള്ളിക്കത്തെ, അതുകൊണ്ടാണ് ഞാൻ താല്പര്യപ്പെട്ട് തന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞത്. പുള്ളിക്ക് അതിനൊരു താല്പര്യം മീൻസ് ഒരു ഇതുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എഴുതാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. ഇപ്പൊ വേറൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. തിരിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിത്തു സാറിന്റെ ഒരു ഹിഡൻ ടാലന്റ് പറയാനായിട്ട്? ഹിഡൻ ടാലന്റ് എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ട്. പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട് കുറച്ച് കൺസ്ട്രക്ഷന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ സിനിമയുടെ ഇടയിലും അങ്ങനത്തെ അവിടെ അത് തീർന്നോ, അല്ലെങ്കിൽ അത് ചെയ്യണം, അത് പ്ലാൻ ചെയ്യണം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെന്റിന് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ പറ്റും.
ഇപ്പം ബാക്ക് ടു മക്കളെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും എന്താ പറയാ കുറച്ച് ഈ ക്യാരക്ടറും അതെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ്. മക്കളുടെ ഫേവറേറ്റ് ആരാ? മൂത്ത ആളുടെയും ഇളയാളുടെയും? നിങ്ങളുടെ മക്കളോട് ചോദിച്ചാലും അറിയത്തില്ല. എന്നാലും അത് ഞങ്ങൾ ഇല്ലാത്തപ്പോ അതും ചോദിക്കണം, അല്ലെങ്കിൽ അവർ പറയും. ബേസിക്കലി രണ്ടുപേരും ഫേവറേറ്റ് ആണ്. ചില സമയത്ത് രണ്ടുപേരും അവർക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ സ്വഭാവങ്ങളാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫേവറേറ്റ്സ് ആവും. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെറിയ പിന്നെ അവരങ്ങനെ ഒരു വൺ സൈഡഡ് ആയിട്ട് പറയുന്ന പിള്ളേരല്ല. രണ്ടുപേരുടെയും നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കി തന്നെ രണ്ടുപേരെയും ക്രിട്ടിസൈസ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ അത് ഡാഡി ഇത് ശരിയായില്ല, അത് ഓക്കെ എന്ന് പറയും. ഞാനൊരു സംഗതി ചെയ്താൽ പറയും മമ്മ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു, അങ്ങനെയാണ് അവര്. ശരിക്കും അപ്പൊ മക്കളെയും കൂടി വിളിച്ച് ചോദിക്കണായിരുന്നു നിങ്ങളുടെ നെഗറ്റീവ്സും കൂടി അറിയാൻ വേണ്ടി കൃത്യമായിട്ട്. അതൊക്കെ ഇഷ്ടംപോലെ പറയാം. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആർക്കെങ്കിലും ഗുണകരമാകുകയാണെങ്കിൽ എല്ലാ വീട്ടിലും എന്താ പറയുക, നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ക്ലാഷസ്, ജനറേഷൻ ഗ്യാപ്പിൻ്റെതായ പ്രശ്നങ്ങൾ. ഞങ്ങളുടെ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 4 പേര് ഇരുന്നിട്ട് സംസാരിക്കും. ഓരോരുത്തർ പറയാനുള്ള പറയാം. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഫീൽ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ പരസ്പരം മനസ്സിലാവുകയാണ്. ഇപ്പം പിള്ളേർക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര ഒരു 1.5-2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ ചിലപ്പോൾ ചില കുറ്റപ്പെടുത്തലുകളുണ്ടാവും, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞങ്ങളത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം പ്രായം മാറുന്നതനുസരിച്ച് ഞങ്ങളുടെയും സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട്, അവരുടെയും സ്വഭാവത്തിനും മാറ്റം വരുന്നുണ്ട്. മനസ്സിലായി? 10 വയസ്സുള്ള ഒരു പിള്ളേരുടെ മനസ്സല്ല ഒരു 20 വയസ്സ് മുമ്പ് വരുമ്പോൾ. അപ്പോൾ അവരുടെ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാണെങ്കിൽ ഇത് സംസാരിച്ചാലേ പറ്റുള്ളൂ. ഞങ്ങൾ 4 പേര് വായിരിക്കുന്നത് ഓരോ ഇടികൂടാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് എൻഡ് ഓഫ് ദി ഡേ അതിനകത്ത് ചിലപ്പോൾ കണ്ണൊക്കെ നിറയും. എങ്കിൽ പോലും അത് അവസാനിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അവസാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഓ അങ്ങനെയായിരുന്നു, സോറി എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാനത് നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം എന്നൊരു. പിള്ളേരും ഞങ്ങളെ പറയും, ഡാഡി അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു. ഓക്കെ ഫൈൻ, ഞാൻ ചെയ്യാതിരിക്കാം. അത് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. എനിക്ക് വേണം ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പോസിറ്റീവ് കാര്യം അതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോൺവെർസേഷൻ അത് വളരെ ആക്ച്വലി എല്ലായിടത്തും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയാൻ പേടി എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യം. ചേച്ചി ഇതിൽ ആരാ 3 പേരിൽ ഭയങ്കരമായിട്ട് സാറിനെ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്? അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയല്ല, കണ്ട 3 പേരും പറയും, ഞാനും അവരുടെ കാര്യത്തിലും പറയും അത് ചെയ്ത് ശരിയായില്ല. അതിനകത്ത് പിന്നെയും കറ്റീന ഇളയാള് അവൾക്ക് അയച്ചൂടെ ഞാൻ അത് ക്യാരക്ടറിൻ്റെയാണ്. ക്യാത്തി വിചാരിക്കും ഇനിയിപ്പോൾ ഡാഡിയോട് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് വരും. പിന്നെ ഈ കോൺവെർസേഷൻ വരുമ്പോൾ പുള്ളി ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് എടുക്കും. അന്ന് അങ്ങനെ ഒരു സമയം അവന് അന്ന് പറയാൻ പറ്റായിരുന്നു. അതിന് പിന്നെ അന്ന് പറഞ്ഞ് ഇനി അങ്ങനെ പുള്ളി അങ്ങനെ ചെയ്യും. ലിൻ്റെയും കുറച്ച് അങ്ങനെയാണ്. കറ്റീനയാണ് കുറച്ചുകൂടെ ഓപ്പണായിട്ട് അത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാരും സാധാരണ ചോദിക്കാറുള്ളത് ജിത്തു സാറിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇതേതാ, അങ്ങനെ വർക്ക് ഏതാ, സ്ക്രിപ്റ്റ് ഏതാ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ജിത്തു സാറിന് ഇഷ്ടമല്ലാത്ത സിനിമ ഏതാ? സാറ് ചെയ്തതിൽ ഇത് എത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തോന്നിയ സിനിമയുണ്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയ സിനിമയില്ല. ഒത്തിരി സിനിമകൾ വേറൊരു തരത്തിൽ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ മേക്കിംഗ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്നൊരു അതിനെപ്പറ്റി പിന്നീട് പറയുന്ന സംഗതികളുണ്ട്. അതല്ലാതെ ഒരു സിനിമയും ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല. ചെയ്ത സിനിമ അങ്ങനെ കുറച്ചധികം ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു അങ്ങനെ തോന്നി പറഞ്ഞ ഒരു സിനിമ? 2 സിനിമ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറയുന്ന സിനിമ, പിന്നെ ഊഴം. ഈ 2 സിനിമയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടി ഉണ്ട്. ലൈഫ് ഓഫ് ജോസൂട്ടി കുറച്ചുകൂടെ സെക്കൻഡ് ഹാഫിനകത്ത് ഭയങ്കര സീരിയസ് ആയി വല്ലാത്ത രീതിയിലേക്ക് ടുവേർഡ്സ് ക്ലൈമാക്സ് കൊണ്ടുപോയി. അത് വേണ്ട, അങ്ങനെ പിടിക്കണ്ടേ. ഞാൻ കുറച്ചുകൂടെ ഭയങ്കര സിനിമയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് അപ്രോച്ച് ചെയ്തു. പക്ഷെ അതങ്ങനെ വേണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഒരു വേറെ അല്ലേ. പക്ഷെ അതിനൊരു നോവൽറ്റി ഉണ്ടായിരുന്നു. എനിക്കത് കളയാൻ താല്പര്യം. നമ്മളോരോ സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ മിസ്റ്റർ ആൻഡ് മിസ് റൗഡി ഇതൊരു ത്രില്ലറായിട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് നമുക്കൊന്ന് ഹ്യൂമറൽ ട്രാക്ക് പിടിക്കാമെന്നും പറഞ്ഞത് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു കാൽക്കുലേഷനിൽ വന്നില്ല. പക്ഷെ അത് കുറേ പേര് അത് വരേണ്ട ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തിനാ പടം ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചു. മേ ബി ഞാനായിരിക്കും അതിനകത്ത് ഒരു മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ. ഊഴം എന്നാന്ന് വെച്ചാൽ നോൺ ലീനിയർ നരേഷൻ, അത് കുറെ ചെറുപ്പക്കാരടക്കം കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് പേർക്ക് അതത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. നോൺ ലീനിയർ നരേഷൻ ഞാൻ ആൾക്കാരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ എവിടെയോ ഇമോഷൻ മിസ്സായി പോയോന്നോ, അതിനകത്തൊരു നല്ലൊരു ഇമോഷന്റെ സാധ്യത ഉണ്ടായിരുന്നു. റിവെഞ്ചും ഇല്ലായിരുന്നു. ഇമോഷൻ മിസ്സായി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അറിയില്ല. ഇത് ഇപ്പോഴും നമ്മളിപ്പോൾ നേര് ചെയ്തു അല്ല ദൃശ്യം ചെയ്തു, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അയ്യോ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഒരിക്കലും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ പ്രശ്നമാണ്.
ഞാൻ ചെയ്തത് ഗംഭീരമാണെന്ന് എനിക്ക് എന്ന് തോന്നുന്നു അന്ന് എൻ്റെ ഡൗൺഫോൾ വന്നു. നമുക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. കാരണം നമുക്ക് അറിയാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പൂർണ്ണമായ സാധനമൊന്നുമല്ല. അതിനകത്ത് നമുക്കിങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഈ അങ്ങനെ മാറ്റായിരുന്നു ഇങ്ങനെ മാറ്റായിരുന്നു. എങ്ങനെയാണ് വീട്ടില് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണോ അതോ കുറച്ച്? അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല അന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ആവശ്യത്തിന് സംസാരിക്കുന്ന ആളാന്ന് തോന്നുന്നു. അല്ല അങ്ങനെ. പിന്നെ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. വലിയ എഴുത്തും ചിന്തകളും അങ്ങനത്തെ ടെൻഷൻസും ഒന്നും ഇല്ലെങ്കിൽ തമാശ പറയുകയും സാധാരണ എല്ലാ വീട്ടിലുള്ള ആളുകളെ പോലെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ശാന്തി ചേച്ചി ഇതിന്റെ നേരിന്റെ റൈറ്റർ ചേച്ചി ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സക്സസ് ഒരു കാര്യങ്ങളും സാറിനെ ബാധിക്കില്ല, സാറ് ഭയങ്കര ഈസി ആയിട്ടാ പോകാറുള്ളത്. അങ്ങനെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ സാർ? അല്ല, അതിനു മുമ്പ് ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എനിക്ക് പറയാനുണ്ട്. ഞാൻ നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അത് എനിക്ക് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. മേ ബി ലൈഫ് ഒത്തിരി മാറിപ്പോയി, ബിസിയായി. പഴയ പോലെ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും എങ്ങനെയും നടക്കാം, ഭയങ്കര ഇതല്ലേ. ഇപ്പം അങ്ങനെ വന്ന് സംസാരം കുറച്ച് കുറഞ്ഞു എന്നുള്ള സത്യമാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരാൾ വന്നാൽ ഞാൻ അപ്സെറ്റ് ആവും. കാരണം എനിക്ക് അപ്സെറ്റ് ആവും മീൻസ് എനിക്ക് അതുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് സിനിമ അല്ലാത്ത ഏരിയയിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് സിനിമ സംസാരിക്കാതെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഒരു എൻ്റെ പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അവർ ചിലപ്പം ഞാൻ വരുന്നുണ്ടെന്ന് കരുതി വേറെ അവരുടെ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വരും, അല്ലെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ അൺകംഫർട്ടബിൾ ആവും. കാരണം ഞാൻ അവരുമായിട്ട് പഴയ കാലം പോലെ സ്പെൻഡ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഉള്ള ചോദ്യങ്ങൾ, ആ സിനിമ എന്തായി, അടുത്ത പ്രൊജക്ട് എന്താ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പം വീട്ടിലും എല്ലാവരും സിനിമയായിട്ട് അസോസിയേറ്റ് ആയതുകൊണ്ട് ഇവിടെയും കൂടുതൽ സിനിമ ഡിസ്കഷനാണ്. അപ്പം മൊത്തത്തിൽ അതുകൊണ്ടൊരു സംസാരം എന്നുള്ളത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സക്സസും ഇതെന്ന് പറയുന്നത് അല്ല, ഞാനത് എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഫാദർ റബ്ബർ പ്ലാന്റേഴ്സാണ് ബേസിക്കലി. ഞങ്ങൾ അത് കഴിഞ്ഞ് പുള്ളി രാഷ്ട്രീയത്തിൽ പോയി MLA ആയിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അപ്പോഴും ആ പറമ്പിൽ പണിയുന്നവരുടെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളിലും ഇതും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം MLA ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്കൂളിൽ ഇങ്ങനെ മറ്റേ താലപ്പൊലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ബൈക്ക് വന്നത് ബൈക്കിൻ്റെ പുറകിൽ നിന്ന് പുള്ളി ഇറങ്ങി അങ്ങ് പോയി ഇറങ്ങിച്ചിരുന്നു. അപ്പം എൻ്റെ ഫാദർ അങ്ങനെയാണ്. വീട്ടിൽ 2 കാറ് കിടക്കുമ്പോഴും പുള്ളി ബസ്സിന് പോകുള്ളൂ. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലാണ്. കാരണം അങ്ങനെ ഒരു കൃഷിക്കാരൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, ഒരു വിജയമൊക്കെ സന്തോഷമുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകത്തില്ല. കാരണം പ്രത്യേകിച്ചും സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പോയി അതേപോലെ താഴേക്കും വരും. ഒത്തിരി ഓവർ എക്സൈറ്റഡ് ആയിട്ട് പിന്നെ ഒത്തിരി വിഷമിക്കുന്നതിനേക്കാൾ എപ്പോഴും ലൈഫിൽ ഒരു ലെവലിൽ അങ്ങ് പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അതാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പടം കൂടുന്നതിന് സന്തോഷമില്ലെന്നല്ല കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്, നല്ല കാര്യം. എക്സൈറ്റഡ് ആവാറില്ല അങ്ങനെ അല്ല, എക്സൈറ്റഡ് ആയിട്ട് വരുമ്പോൾ ഞാൻ എന്നെ പിടിച്ചു നിർത്തും. ഞാനൊരു മനുഷ്യനല്ല, എക്സൈറ്റഡ് ആവും. പലതും ഇങ്ങനെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവും. പിന്നെ ചിലർ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങുമ്പോൾ ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് മാറും. മനസ്സിലായോ? പിന്നെ കുറച്ച് പേര് ഒന്ന് തെറി വിളിക്കും, കുറെ കുറ്റം പറയും, അതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മോഡറേറ്റ് ഇതിലങ്ങ് പോവാം. ഇപ്പം നേരത്തെ സാറിന്റെ അച്ഛനെ പറ്റിയിട്ടും അത് കണ്ടാ വളർന്ന് പറഞ്ഞത് കൊണ്ടും ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ആ ഒരു ദിലീപേണ്ട ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എന്റെ ഫാദറിന്റെ കൃഷിക്കാരനും ഉണ്ട്, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ ജന്മിയെ പോലെ അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ. അപ്പൊ മീൻസ് ജന്മിയെ അല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ അങ്ങനെ എഴുതാണ്. അപ്പം ഫാദറിന് 2 സൈഡുണ്ട്. ഒരു പൊളിറ്റിക്കൽ സൈഡുണ്ട്, ഒരു പക്ക കൃഷിക്കാരന്റെ സൈഡുണ്ട്. ആ കൃഷിക്കാരന്റെ സൈഡാണ് ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ യൂസ് ചെയ്തത്. അതിന്റെ പൊളിറ്റിക്കൽ സൈഡാണ് ഞാൻ മൈ ബോസിനകത്ത് സായി ഏട്ടൻ്റെ കരയോഗം പ്രസിഡന്റ് നാട്ടിലെ പ്രമാണി അവിടെ പോകുന്നു. അതിനകത്ത് തന്നെ ആ കല്യാണത്തിന് പോകും, നീ മരിച്ചിടക്കിന് പോകും, എന്നെ 10 ദിവസം 3 എണ്ണം ഉണ്ട്, എന്നെ വിടുമായിരുന്നു. MLA ആയതുകൊണ്ട് എല്ലാ കല്യാണവും ഇതിനും വിളിക്കും. എടാ എനിക്ക് രാവിലെ 2 ഇതുണ്ട്, നീ അതിന് പോയി. ഞാനിതിനെ പോണേ, എന്നെ എനിക്കൊരു പരിചയമില്ല, പിന്നെ എന്നെ എന്ത് തള്ളി വിടും. അപ്പൊ അതൊക്കെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ന്യൂ ഇയർ 2024 ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ സാർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോഴും ഇതേപോലെ ഒരു സക്സസ് സന്തോഷത്തിൽ തന്നെ കാണാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. സാറില് കുറെ കാര്യങ്ങൾ, ഒരു ഡയറക്ടറിനപ്പുറം ഒരു ഫാമിലി മാൻ്റെ വിശേഷങ്ങൾ അറിയാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്.